ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു ഷാസി ട്രീറ്റ്സ്. നമ്മൾ ഒരുപാട് മുട്ടയൊക്കെ എടുത്തിട്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കില്ലേ. അപ്പോൾ നമുക്കിന്ന് ഒരു മുട്ട യൂസ് ചെയ്തിട്ട് നല്ല പഞ്ഞ് പോലത്തെ കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. വറുക്കാത്തത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നല്ല മധുരമാണെങ്കിൽ എക്സ്ട്രാ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, അതും 1/4 കപ്പ് തന്നെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ കേക്ക് ഫ്ലോപ്പായി പോകും. ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് എടുത്താൽ മാത്രമേ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. നമ്മളിത് അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് അടച്ചു വെക്കുക, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി ഒരു 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസെൻസ് ഈ സമയം ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുക്കുന്ന ക്ലിപ്പ് ഒന്ന് വാനില എസെൻസ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/3 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബാറ്ററിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കുക. വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കുക, ഇല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് പതിയെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി. ഓവർ സ്പീഡാക്കിയിട്ട് മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. കേക്ക് മിക്സ് ആക്കുന്നത് എല്ലാവർക്കും അറിയുന്നതല്ലേ, അതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി മിക്സാക്കി വെച്ച ബാറ്റർ നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടികട്ടിയുള്ള പാത്രം എടുത്തിന് ഞാനൊരു 6 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തത്. ഇതിലേക്ക് താഴ്ഭാഗത്ത് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല വലിയ കേക്കാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിലൊന്ന് എടുത്തിട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയോ നട്ട്സോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് വെച്ചിട്ടാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 to 20 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. കുക്ക് ചെയ്തിട്ട് നമ്മളെ കേക്ക് അടിപൊളി തന്നെ കിട്ടിയാണ്. കത്തിയോട് കുത്തി നോക്കുമ്പോൾ സ്റ്റിക്കായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കുറച്ച് ചൂട് മാറിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പുറത്തെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാം. സൈഡ് ഭാഗം കണ്ടില്ല, നല്ലൊരു കളറാണ്. അടിഭാഗം ഒന്നും കരഞ്ഞിട്ടില്ല. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുത്താൽ മതി. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഒരു മുട്ടയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് സോഫ്റ്റ്നെസ്സിന് ഒരു കുറവുമില്ല, നല്ല സോഫ്റ്റാണ്. അത് മാത്രമല്ല, ഒരു മുട്ടനെ കൊണ്ട് ഇത്രയും നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അടിപൊളി കേക്കാണ്. നമുക്ക് ചായൻ്റെ കൂടെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോസിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.